പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലെ കോമ്പിനേഷൻസ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ കോമ്പിനേഷൻസ് എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള വ്യത്യാസം അതാദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിലേതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇതിൽ കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ കോമ്പിനേഷൻ ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് തന്നെ ഇപ്പം n ഒബ്ജക്ട്സിനെ r പ്ലേസസിൽ അറേഞ്ച് ചെയ്യുന്നു. n ഒബ്ജക്ട്സിനെ r പ്ലേസസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷനിൽ അതിൻ്റെ ഓർഡറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആദ്യത്തെ പ്ലേസിൽ, രണ്ടാമത്തെ പ്ലേസിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ആദ്യത്തെ പ്ലേസിലുള്ളത് രണ്ടാമത്തെ പ്ലേസിൽ കൊടുക്കാം, അതിനെ രണ്ടാമത്തേന് ഒന്നാമത്തേതിൽ കൊടുക്കാം. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സാണ് പെർമ്യൂട്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ കോമ്പിനേഷനകത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. മിക്കവാറും സെലക്ഷൻ എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ, സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ചോദ്യങ്ങളിലൊക്കെ തന്നെ കോമ്പിനേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തേത് രണ്ടാമത്തേത് അങ്ങനെയൊരു സെലക്ഷൻ ഇല്ല. നമ്മളത് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു. ഒരു 6 പേരുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നു. അതിൽ 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾ എന്നൊരു പ്രത്യേകതയൊന്നുമില്ല. 2 പേരെ നമ്മളങ്ങ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ കോമ്പിനേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അതിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം 3 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഓരോരുത്തരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അതായത് എത്ര ഹാൻഡ് ഷേക്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 പേരുണ്ടെന്ന് വിചാരിക്കാം. അതായത് A, B, C. ഈ 3 പേര് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു. അതായത് എ ബിക്ക് കൊടുക്കുന്നു. അപ്പോൾ എയും ബിയും തമ്മിലൊരു കോമ്പിനേഷനാണ്. അത് ബി എക്ക് കൊടുത്താലും അത് എ ബി എന്ന് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം എ ബിക്ക് കൊടുക്കുന്ന ഹാൻഡ് ഷേക്കും ബി എക്ക് കൊടുക്കുന്ന ഹാൻഡ് ഷേക്കും കൂടി ഒറ്റൊരു ഹാൻഡ് ഷേക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ എ സിക്ക് കൊടുക്കാം. അത് സി എക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ ബി സിക്ക് കൊടുക്കാം. അതുപോലെ സി ബിക്ക് കൊടുക്കുക. സി ബിക്ക് കൊടുക്കുക എന്ന് പറയുന്നതും ബി സിക്ക് കൊടുക്കുക എന്ന് പറയുന്നതും ഒരൊറ്റ ഹാൻഡ് ഷേക്ക് തന്നെ വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഇത് കോമ്പിനേഷനാണ്. അപ്പോൾ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി എ ബി സിനെ നമ്മൾ പെർമ്യൂട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എത്ര രീതിയിൽ എഴുതാം? അതായത് 3 ഒബ്ജക്ട്സ് ആൻഡ് ടേക്കിംഗ് 2 അറ്റ് എ ടൈം. അപ്പോൾ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എ ബി സി എന്നീ 3 പേരെ നമ്മൾ 2 സീറ്റിൽ അറേഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 സീറ്റിൽ എ ബി ഇങ്ങനെ അറേഞ്ച് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ആദ്യത്തെ സീറ്റിൽ ബി എഴുതി പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എ സി എന്ന് അറേഞ്ച് ചെയ്യാം, സി എ എന്ന് അറേഞ്ച് ചെയ്യാം, ബി സി എന്ന് അറേഞ്ച് ചെയ്യാം, സി ബി എന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോമ്പിനേഷൻ എടുക്കുമ്പോൾ കുറവേ കിട്ടുള്ളൂ. എണ്ണത്തിൽ കുറവാണ്. പെർമ്യൂട്ടേഷൻ്റെ അകത്ത് കൂടുതലുണ്ട്. എന്തുകൊണ്ട്? പെർമ്യൂട്ടേഷനിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എ ബി എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനും ബി എ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനും 2ആണ്. എ ബി ബി എ 2 അറേഞ്ച്മെൻറ്റാണത്. എ സി സി എ 2 അറേഞ്ച്മെൻറ്റാണ്. ബി സി സി ബി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയാം. പക്ഷേ സെലക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ 3 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എ ബിയെ സെലക്ട് ചെയ്യുന്നു. എയും ബിയെയും സെലക്ട് ചെയ്താൽ നമ്മളതിനെ ഒരു കോമ്പിനേഷനായിട്ടാണ് കണക്കാക്കുക. അതേ രീതിയിൽ തന്നെയാണ് ഹാൻഡ് ഷേക്സും. എ ബിക്ക് കൊടുക്കുന്നതും ബി എക്ക് കൊടുക്കുന്നതും ഒരൊറ്റ ഹാൻഡ് ഷേക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഇതിലുള്ള എണ്ണത്തിൽ എത്ര വ്യത്യാസം വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 3 പേരെ നമ്മൾ 2 പ്ലേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് 6 രീതിയിൽ ചെയ്യാം. ഇവിടെ 6 രീതിയിൽ ചെയ്യുന്നുണ്ട്. അതായത് 3 പേരെ 2 സീറ്റിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളത് മാത്തമാറ്റിക്കലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് 3p2. ഇതാണ് 3p2. 3p2 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എത്രയാണ്? 6 ആണ്. ഇനി 3 പേരെ നമ്മൾ 2 രീതിയിൽ 2 പേരെ വെച്ച് സെലക്ട് ചെയ്യുന്നു 3 പേരിൽ നിന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൺലി 3 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 3 ആണ്. അതായത് ഈ
സെലക്ഷനെ നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 3 ഒബ്ജക്ട്സ് ടേക്കിംഗ് 2 at a time. Therefore it is 3C2. നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് 3C2. അപ്പോൾ അതിനെ അങ്ങനെയാണ് എഴുതുന്നത് 3C2. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് 3 ഒബ്ജക്ട്സ് ടേക്കിംഗ് 2 at a time. 3C2 നമുക്ക് കിട്ടിയത് ഇവിടെ 3 ആണ്. അപ്പോൾ അത് എണ്ണത്തിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ 3 കിട്ടിയപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ ഇത് എന്താണ് ഇതിൽ വരുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അതായത് 3C2ൽ നമുക്കറിയാം 3 ഒബ്ജക്ട്സിനെ നമ്മൾ 2 എണ്ണം വീതം വെച്ച് കമ്പൈൻ ചെയ്തു. അതാണ് 3C2. അപ്പോൾ ഇവിടെ ഈ 2 എണ്ണം വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ആ AB എന്ന് പറയുന്നതിന് നമുക്ക് വീണ്ടും 2 വീതമുള്ള ഈ ഗ്രൂപ്പുകളെ വീണ്ടും നമുക്ക് 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് AB എന്ന് എഴുതാം അല്ലെങ്കിൽ B എന്ന് എഴുതാം. 2 ഫാക്ടോറിയൽ വേസിന് നമുക്ക് ഈ ഗ്രൂപ്പിനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആക്ച്വലി അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സംഖ്യ ആയിരിക്കും. അതായത് പെർമ്യൂട്ടേഷൻ്റെ വാല്യൂ ആണ് എപ്പോഴും കൂടുതൽ. അതെത്രയാണ് കൂടുതലെന്ന് പറഞ്ഞാൽ 3C2നെ ആ 2 ആണ് നമ്മുടെ 6. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് R ഫാക്ടോറിയൽ ബേസിലുള്ള അറേഞ്ച്മെൻറ്റാണ്. അത്രയും നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 3P2 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 3C2 എന്നുള്ള വാല്യൂവിനെ 2 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3P2 കിട്ടും. അതായത് 3C2 എന്ന് പറയുന്നത് 3 ആണ്. 3നെ 2 കൊണ്ട് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 6 കിട്ടും. അപ്പോൾ ഇവിടെ 3C2 എന്ന് പറയുന്ന കോമ്പിനേഷനെ 2 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3P2 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ കിട്ടും. അപ്പോൾ അതിനെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സപ്പോസ് യു ആർ ഗിവൺ n objects, n different objects and r places. We are arranging n different objects in r places. Therefore, the number of arrangements is npr. Without repeating the objects, npr. And we are combining n objects in taking r at a time. Then the combination, number of combination is ncr. And actually ncr combinations are there. And from the previous example, we got the formula npr equal to ncr into r factorial. അല്ലേ? ആ ആർ ഒബ്ജക്ട്സിനെ നമുക്ക് r ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അറേഞ്ച്മെൻറ്റ് എടുക്കുമ്പോൾ കോമ്പിനേഷനെ r ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കോമ്പിനേഷനിൽ എണ്ണം കുറവായിരിക്കും, അറേഞ്ച്മെൻറ്റിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് NCRനുള്ളൊരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? NCR എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയത് NPR ഈക്വൽ ടു NCR ഇൻറ്റു R ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ NCRനാണ് നമുക്ക് ഫോർമുല വേണ്ടത്. NCR ഈസ് ഈക്വൽ ടു NPR ബൈ R ഫാക്ടോറിയൽ. പക്ഷേ NPR നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയലാണ്. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് NPRനെ വീണ്ടും നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? r ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് NPRനെ വീണ്ടും r ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ആര് വരും? r ഫാക്ടോറിയൽ വരും. അപ്പോൾ NCRനെ നമുക്ക് NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ, അതിനെ വീണ്ടും നമ്മൾ r ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യുമ്പോൾ r ഫാക്ടോറിയൽ എന്നും കൂടി വരും. അപ്പോൾ ഈ ഫോർമുലയാണ് നമ്മൾ NCRന് ഉപയോഗിക്കുന്ന ഫോർമുല. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ആ ഫോർമുല ഒന്നുകൂടി ഓർമ്മിക്കാം. നമുക്ക് ഇത് പ്രധാനമായിട്ട് നോട്ടിൽ നിങ്ങൾ എഴുതേണ്ടത് NCR ഇൻറ്റു r ഫാക്ടോറിയൽ ഈക്വൽ ടു NPR. അഗെയിൻ NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ NCRൽ എണ്ണം NPRനേക്കാളും കുറവായിരിക്കും, കാരണം ഡിനോമിനേറ്ററിൽ ഒരു ടേം അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കേണ്ട ഫോർമുലയാണ്. പ്രത്യേകം ബോക്സിൽ നോട്ട്ബുക്കിൽ വരച്ച് വെക്കണം. ഇനി അടുത്ത ഇതിൻ്റെ കുറേ കൂടി പ്രത്യേകതകളുള്ള
ഫോർമുലകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തത്. NC0 = 1. നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. NC0ൻ്റെ വാല്യൂ നമ്മളിപ്പം എഴുതി കഴിഞ്ഞു. NCR = n factorial divided by n minus r factorial into r factorial. Therefore it is NC0 അല്ലേ? NC0 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് n-ന് n തന്നെ കൊടുക്കാം. n factorial by r എത്രയാണ്? 0 ആണ്. അപ്പോൾ n minus 0 factorial into 0 factorial, that's equal to n factorial by n minus 0 means n factorial, 0 factorial 1 ആണ്. അപ്പോൾ into 1, that is equal to 1. അപ്പോൾ NC0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇത് നോട്ടിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഈ പ്രത്യേകത, ഈ പ്രോപ്പർട്ടി എഴുതുക, എന്നിട്ട് അതിൻ്റെ പ്രൂഫായിട്ട് ഇത് കൊടുക്കുക. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. NCn-r = NCR. അതായത് ഇവിടെ ഉള്ള പ്രത്യേകത നോക്കാം. NCn-r-ഉം NCR-ഉം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ഈ ഫോർമുല തന്നെ ഉപയോഗിച്ച് നോക്കാം. NCn-r-നെ നമുക്ക് ഈ ഫോർമുല വെച്ചൊന്ന് എഴുതി നോക്കാം. NCn-r നമുക്കറിയാം. NCR എന്ന് പറഞ്ഞാൽ n factorial by n minus r factorial into r factorial എന്നാണ്. r factorial ആണ്. അപ്പോൾ NCn-r ആകുമ്പോൾ എങ്ങനെയാണ് വരും നോക്കാം. n factorial by n minus r അല്ലേ? r-ന് പകരം n minus r അല്ലേ? അപ്പോൾ n minus r factorial into r-ന് പകരം n minus r. അപ്പോൾ n minus r factorial, that is equal to n factorial by n minus n, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കൊണ്ട് ഇതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ n മൈനസ് n, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ n മൈനസ് n പ്ലസ് r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ, ഇവിടെ n-ഉം മൈനസ് n-ഉം കട്ടായിപ്പോവും. അപ്പോൾ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ NCR അല്ലേ? റൈറ്റ് സൈഡാണ് NCR. NCR നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇത്? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ രണ്ട് ഈക്വലാണ്. അപ്പോൾ ഇത് ഏതിനോട് ഈക്വലാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു NCR. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോർമുല ഓർക്കണം. NCRൻ്റെ ഫോർമുല ഓർമ്മിക്കാം. എന്നിട്ട് ഇതിൻ്റെ LHS നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. LHS ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്തു. NCn-r-നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? NCR ആണ് കിട്ടിയത്. അതായത് ഇത് എന്താണ്? ഇതിനോട് ഈക്വലാണ്? RHSനോട് ഈക്വലാണ്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടി നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഈ പ്രോപ്പർട്ടി എഴുതുക, അതിൻ്റെ പ്രൂഫ് എഴുതുക. അപ്പോൾ വളരെ നീറ്റായിട്ട് എഴുതുക. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. NCA = NCB ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത നോക്കാം. ഇത് ഇങ്ങനെ ഒരു സംഖ്യ നമുക്ക് കിട്ടും. NCA NCBയോട് ഈക്വലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ A Bയോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ A എന്ന് പറയുന്നത് Nൽ നിന്നും B മൈനസ് ചെയ്തായിരിക്കും, അല്ലെങ്കിലോ Aയും Bയും കൂട്ടിയാൽ N ആയിരിക്കും. ഇത് മൂന്നും ഒരേ പ്രത്യേകതകളാണ്. ഇത് രണ്ടും ഏകദേശം ഒരേ പ്രത്യേകത തന്നെയാണ്. A = n - b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മൈനസ് ബി ഇങ്ങോട്ട് എടുത്താലാണ് ഇത് കിട്ടുക. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്. അതാണ് നമ്മുടെ ഈ പ്രത്യേകത പറയുന്നത്. അത് നമുക്ക് ഈ നേരത്തെ ഉള്ള റിസൾട്ടിലേക്ക് പോകാം. അതായത് NC മൂന്നാമത്തെ പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ എന്താ പറഞ്ഞത്? NCn-r എന്ന് പറയുന്നത് NCR-നോട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ നമുക്ക് R-ന് പകരം A എന്ന് കൊടുക്കാം. അപ്പോൾ n-r-നോട് ഈക്വൽ ആണെന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ R A ആണെങ്കിൽ n-r-നെ നമുക്ക് B എന്ന് വിളിക്കാം. അപ്പോൾ Aയും Bയും ആഡ് ചെയ്യുമ്പോഴെന്താ കിട്ടുന്നത്? n-r-ഉം r-ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n ആണ്. അപ്പോൾ Aയും Bയും n ആകുമ്പോൾ NCn-r
ആർ, അതായത് എൻ സി ആർ എൻ സി എൻ മൈനസ് ആറിനോട് ഈക്വൽ ആണ്. എയും ബിയും കൂട്ടിയാൽ എൻ ആണെങ്കിൽ എൻ സി എ ഈക്വൽ ടു എൻ സി ബി എന്ന് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പ്രോപ്പർട്ടി തന്നെയാണിത്. ഇവിടെ നമ്മൾ ആറിന് എ എന്നും എൻ മൈനസ് ആറിന് ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി എൻ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എൻ സി എ ഈക്വൽ ടു എൻ സി ബി എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിൻ്റെ ന്യൂമറിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ 10C8 ആണെന്ന് ഇരിക്കാം. 10C8 ഏതിനോട് ഈക്വൽ ആയിരിക്കും? 10 - 8 അതായത് 2നോട് ഈക്വൽ ആയിരിക്കും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും അതായത് 8ഉം 2ഉം കൂട്ടിയാൽ 10 കിട്ടുന്നുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ രണ്ടും ഈക്വലാന്ന് നമുക്ക് എഴുതാം. അനദർ എക്സാമ്പിൾ 10C6 ഏതിനോട് ഈക്വൽ ആയിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. 10C6 അപ്പോൾ ഏതിനോട് ഈക്വൽ ആയിരിക്കും? 10C4നോട് ഈക്വൽ ആയിരിക്കും. കാരണം 6ഉം 4ഉം കൂട്ടിയാൽ 10 ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതുപോലെ നമുക്ക് കുറേ എത്ര വേണമെങ്കിലും അങ്ങനെ പറയാം. ഇപ്പം 12C5 ഏതിനോട് ഈക്വൽ ആയിരിക്കും? 12C7നോട് ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെ ഈ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ ഇത് മേലെയുള്ള സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അത് രണ്ടിൻ്റെ കോമ്പിനേഷൻ ഇതുപോലെ ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ആ പ്രോപ്പർട്ടി, പ്രത്യേകം ഓർത്ത് വെക്കുക. ഇത് ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ 1-2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് നല്ലോണം മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ പ്രൂഫ് എക്സാമിന് ഒരു 3-4 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. കുറച്ച് ടഫുമാണ് മനസ്സിലാക്കാൻ. അടുത്തത് തിയറായിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. NCR + NCR - 1 ഈക്വൽ ടു n+1CR. അപ്പോൾ ഇതിൽ LHS നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രൂഫാണ് നമ്മൾ, ഇമ്പോർട്ടൻ്റ് ആണ് പ്രൂഫ്. പറഞ്ഞു തരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രൂഫ് നമ്മൾ എഴുതുന്നു. അതായത് ഇതിൻ്റെ LHS നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. LHS എന്താണ് LHSലുള്ളത്? NCR + NCR - 1 ഈക്വൽ ടു, നമുക്ക് ഫോർമുലയിലേക്ക് പോകാം. NCRൻ്റെ ഫോർമുല നമുക്കറിയാം, n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ പ്ലസ് അതേപോലെ NCR - 1 നമുക്ക് n ഫാക്ടോറിയൽ ബൈ n - r - 1. അപ്പോൾ n - r + 1 ആവും അല്ലേ. n - r - 1 എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? n - r + 1 എഴുതാം. അപ്പോൾ n - r + 1 ഫാക്ടോറിയൽ ഇൻറ്റു r - 1 ഫാക്ടോറിയൽ. ഇനി ഇതിനെ ഈ n - rനേക്കാളും വലിയ സംഖ്യയാണ് n - r + 1. അതേപോലെ r - 1നേക്കാളും വലുതാണ് 6. അപ്പോൾ ഞാൻ ഈ n - r + 1 ഫാക്ടോറിയലിനെ n - r ഫാക്ടോറിയലിൻ്റെ ടേമിലും r ഫാക്ടോറിയലിനെ r - 1 ഫാക്ടോറിയലിൻ്റെ ടേമിലേക്കൊന്ന് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുന്നു. അപ്പോൾ കിട്ടുന്നത് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയലിനെ ഞാൻ r ഇൻറ്റു r - 1 ഫാക്ടോറിയലിന് എഴുതുന്നു. അതായത് നമ്മളിപ്പോൾ 10 ഫാക്ടോറിയലിനെ 10 × 9 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. അതുപോലെ r ഫാക്ടോറിയലിനെ r ഇൻറ്റു അതിൻ്റെ തൊട്ട് താഴത്തെ നമ്പർ r - 1 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. ഇനി അടുത്ത ടേമിൽ n ഫാക്ടോറിയൽ ബൈ n - r + 1 ആയിരുന്നു ഫാക്ടോറിയൽ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ n - r ഫാക്ടോറിയലിൻ്റെ ടേമിൽ എഴുതുമ്പോൾ ആദ്യത്തെ നമ്പർ അതായത് n - r + 1നെ മാറ്റിയിട്ട് നമുക്ക് n - r ഫാക്ടോറിയൽ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റായിട്ട് എഴുതാം. അതായത് 10 ഫാക്ടോറിയലിനെ നമ്മൾ 10 × 9 ഫാക്ടോറിയൽ എന്ന് എഴുതുന്ന പോലെ വലിയ സംഖ്യയെ മാറ്റിയിട്ട് ചെറുതിൻ്റെ തൊട്ട് താഴത്തെ സംഖ്യയുടെ ഫാക്ടോറിയലായിട്ട് എഴുതുന്നു. ഇനി അതിൻ്റെ കൂടെ ആരുണ്ട്? r - 1 ഫാക്ടോറിയൽ നേരത്തെ ഉള്ളത് അങ്ങനെ തന്നെ r - 1 ഫാക്ടോറിയൽ എഴുതാം. ഇനി ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ഒന്ന് n ഫാക്ടോറിയൽ അല്ലേ, രണ്ടിലുണ്ട്. പിന്നെന്താ ഉള്ളത്? n - r ഫാക്ടോറിയൽ കോമൺ ആണ്.
പിന്നെ ആർ മൈനസ് 1 ഫാക്ടോറിയൽ കോമൺ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അതായത് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ പുറത്തേക്ക് എടുക്കുന്നു. ഉള്ളിൽ വരുന്നത് എൻ ഫാക്ടോറിയൽ പുറത്ത് പോയി, അപ്പോൾ 1/r വരും അല്ലേ. ബാക്കിയെല്ലാം പുറത്തേക്ക് പോയി. പ്ലസ് ഇവിടെ 1/n മൈനസ് ആർ പ്ലസ് 1 വരും. ബാക്കിയെല്ലാം നമ്മളെ കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ഞാൻ കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിൽ ആർ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് 1 LCM ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇങ്ങനെ നമ്മൾ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ ഈ നമ്പർ എടുത്തിട്ട് ഇങ്ങോട്ടും ഈ നമ്പർ എടുത്ത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് 1, ഇവിടെ എൻ മൈനസ് ആർ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു ആർ പ്ലസ് ആർ. ഇവിടെ തന്നെ നമുക്കറിയാം മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്ത പേജിൽ എഴുതാം. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ കിട്ടുന്നത് ന്യൂമറേറ്ററിൽ എൻ പ്ലസ് 1 ആണ് ബാക്കിയായിട്ടുള്ളത് അല്ലേ. എൻ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് 1. ഇനി നോക്കണം, എൻ ഫാക്ടോറിയലിനെ എൻ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്രാ അപ് ടു n ആണ്. പിന്നെ എൻ പ്ലസ് 1 കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, അതായത് എൻ പ്ലസ് 1ഉം എൻ ഫാക്ടോറിയലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എൻ പ്ലസ് 1 ഫാക്ടോറിയലാണ് കിട്ടുക ന്യൂമറേറ്ററിൽ. ഇനി താഴെ നോക്കാം, എൻ മൈനസ് ആർ ഫാക്ടോറിയലിനെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയലാണ് കിട്ടുക. ഇനി ആർ മൈനസ് 1 ഫാക്ടോറിയലിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആർ മൈനസ് 1 ഫാക്ടോറിയലിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആർ ഫാക്ടോറിയൽ കിട്ടും. ആർ ഫാക്ടോറിയൽ ഇത് ശരിക്കും ഒന്നുകൂടി നമ്മൾ മാറ്റി എഴുതിയാൽ എൻ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 മൈനസ് ആർ എന്ന് നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ശരിക്കും ഇത് എൻ പ്ലസ് 1 സി ആറാണ്. ഫോർമുല പ്രകാരം എൻ പ്ലസ് 1 സി ആറാണ്. അതായത് എൻ പ്ലസ് 1 സി ആറിന് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോഴെങ്ങനെയാണ് വരിക? എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. അപ്പോൾ എൻ പ്ലസ് 1 സി ആർ എന്തായിരിക്കും? എൻ പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ എൻ പ്ലസ് 1 മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ എച്ച് എസ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണിത്. നല്ലോണം മനസ്സിലാക്കി എഴുതുക. ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതുക. സംശയമുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം. വീഡിയോ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓരോ സ്റ്റെപ്പും ക്ലിയറാക്കി പോവുക. കൃത്യമായിട്ട് ഒന്നുകൂടി ആവർത്തിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ക്ലിയർ ആവും. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ റിസൾട്ടും നമ്മൾ ചില സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. NC8 ഈക്വൽ ടു NC2. നമ്മുടെ 7.4 എക്സൈസ് 7.4 ചോദ്യങ്ങളാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. NC8 ഈക്വൽ ടു NC2. ഫൈൻഡ് NC2. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല നമ്മൾ ഈ പറഞ്ഞ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 പ്രത്യേകതകൾ ഞാൻ ഇതിൻ്റെ കോമ്പിനേഷൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പ്രത്യേകതകളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിലേത് പ്രത്യേകതയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. NCA അല്ലേ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. NCA ഈക്വൽ ടു NCB ആണെങ്കിലുള്ള പ്രത്യേകത എന്താണ്? ഇതെന്ത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്?
എ പ്ലസ് ബി ഏതിനോട് ഈക്വൽ ആയിരിക്കും? എന്നിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലേക്ക് വരണം. NC8 NC2നോട് ഈക്വൽ ആണെങ്കിൽ n എത്രയായിരിക്കും? വിച്ച് ഇംപ്ലൈസ് വാട്ട്? n ഈക്വൽ ടു 8ഉം 2ഉം കൂടി ആയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് n കിട്ടും. n 10 ആയിരിക്കും. അപ്പോൾ n ഈക്വൽ ടു 10 കിട്ടും. നമുക്ക് കാണേണ്ടത് എന്താണ്? NC2 ആണ്, അതായത് 10C2. അപ്പോൾ നമുക്ക് നോക്കാം. 10 ഫാക്ടോറിയൽ, അതായത് NCRൻ്റെ ഫോർമുല ഉപയോഗിക്കുക. 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇപ്പോൾ കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 ഫാക്ടോറിയൽ നമ്മളിങ്ങനെ എഴുതുന്നു. 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ കട്ട് ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു 9 ബൈ 10 ഇൻറ്റു 9 ബൈ 2, ദാറ്റ്സ് 2 in 10. We can cancel that 5 times. Therefore 5 into 9 45. നമ്മുടെ ആൻസർ 45 ആണ്. പിന്നെ ഇതിന് ഞാനൊരു എളുപ്പ വഴി പറയാം. അതായത് നമ്മൾ നേരത്തെ പെർമ്യൂട്ടേഷൻ കാണാൻ വേണ്ടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഫോർമുല അപ്ലൈ ചെയ്യാതെ കാണാനുള്ളൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പം 10P2, അതായത് പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 10ൽ നിന്നും താഴോട്ടേക്ക് 2 സംഖ്യ അല്ലേ, നാച്ചുറൽ നമ്പർ. ഇപ്പോൾ ഇവിടെ 90 ആണ് ആൻസർ. അതേപോലെ കോമ്പിനേഷൻ കാണാനും ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് 10C2 ആണെങ്കിൽ 10C2 കാണുമ്പോൾ 10ൽ നിന്നും താഴോട്ടേക്ക് 2 സംഖ്യയും അതിൻ്റെ ഡിനോമിനേറ്ററിൽ 2 അല്ലേ, 2നെ നമ്മൾ 2ൻ്റെ ഫാക്ടോറിയൽ, അതായത് 1 ഇൻറ്റു 2, 2ൻ്റെ ഫാക്ടോറിയൽ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. 1 മുതൽ 2 വരെയുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 2 വരും. ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ നേരത്തെ ആൻസർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് 45. അപ്പോൾ കുറച്ചുകൂടി എക്സാമ്പിൾ തരാം. അതായത് നമുക്ക് കോമ്പിനേഷൻ കാണാനുള്ള 1-2 എക്സാമ്പിളും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ചില ചോദ്യങ്ങളിൽ എളുപ്പത്തിൽ ആൻസറിലേക്ക് വരാൻ അത് സഹായിക്കും. അതായത് ഇപ്പോൾ നമ്മൾ 15C3 നമ്മൾ ഫാക്ടോറിയലൊക്കെ എഴുതി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ. നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെ? കോമ്പിനേഷൻ അല്ലേ, അപ്പം താഴോട്ടേക്ക് പോകണം. 15 ഇൻറ്റു 14 ഇൻറ്റു 13, 3 സംഖ്യ താഴോട്ടേക്ക് പോവുക. ഡിനോമിനേറ്ററിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ നമുക്ക് 3 15 5 ടൈംസ് പോകും. 2 14 7 ടൈംസ് വരും. അപ്പോൾ 7 ഇൻറ്റു 5 35 ഇൻറ്റു 13 മൾട്ടിപ്ലൈ ചെയ്യാം. 3 5s are 15, 1 3 3s are 9 plus 1 10, 5 3 നമുക്ക് ആഡ് ചെയ്താൽ 5 5 4 455 ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിട്ട് തോന്നും നിങ്ങൾക്ക്. നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ കാണാനുള്ള വഴികൾ നോക്കാം. ഫോർമുല ആവശ്യമുള്ളിടത്ത് അത് കൊടുക്കുകയും വേണം. എളുപ്പത്തിൽ ആൻസർ വേണ്ടുന്നിടത്ത് നമുക്കിതുപോലെ ആൻസർ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഡിറ്റർമിൻ n if 2nC3 is to nC3 equal to 12:1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. മിക്കവാറും വലിയ മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. 2nC3 is to nC3 equal to 12:1. അപ്പോൾ നമുക്ക് ഈ 2nC3നെ ആ ഇക്വേഷനെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇത് n കാണാനാണ് ചോദ്യം. അപ്പോൾ 2nC3 is to അല്ലേ, is to എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഡിവൈഡഡ് ബൈ എടുക്കാം. nC3 അല്ലേ ഈക്വൽ ടു എന്താണ്? 12/1 എന്ന് പറഞ്ഞാൽ 12 എന്ന്. 12/1 മീൻസ് 12. ഇനി ഞാനിപ്പോൾ പറഞ്ഞ എളുപ്പ വഴിയിൽ നമുക്കിതിനെ എഴുതാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതുന്നത് ശ്രദ്ധിക്കാം. 2nC3നെ ഞാൻ nC3 അതിന് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ മെത്തേഡിൽ എളുപ്പ വഴിയിൽ ഞാൻ എഴുതുന്നു. ഒന്നുകൂടി നമുക്ക് എഴുതാം. 2nC3 ഡിവൈഡഡ് ബൈ nC3 ആണ് അല്ലേ, ഈക്വൽ ടു 12 ആണ്. 2nC3നെ ഞാൻ 2n നിന്ന് താഴോട്ടേക്ക് അല്ലേ, 2n -1 3 സംഖ്യ താഴോട്ടേക്ക് എഴുതുന്നു. 2n -1
2n മൈനസ് 2 മൂന്ന് സംഖ്യ താഴോട്ടേക്ക് എഴുതിയിട്ട് അതിനെ എന്തോരം മൾട്ടിപ്ലൈ ചെയ്യണം 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ താഴത്തത് എന്നിൽ നിന്ന് താഴോട്ട് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈക്വൽ ടു 12 ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം, ഡിനോമിനേറ്ററിനെ ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഒരു n ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി കട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ള നോക്കാം. 2 ഇൻറ്റു 2n മൈനസ് 1 2 ഇൻറ്റു 2n മൈനസ് 1 പിന്നെ 2n മൈനസ് 2 ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള നമ്മൾ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇനി വീണ്ടും നമുക്ക് ന്യൂമറേറ്ററിൽ ഇതാ ഇവിടെ 2n മൈനസ് 2 എന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ. വീണ്ടും 2 പുറത്തെടുത്താൽ ഇവിടെ ഒരു 2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 2 പുറത്തേക്ക് വന്നാൽ ഇത് 4 ആവും. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 2n മൈനസ് 1 ഇതിൽ നിന്ന് 2 പുറത്ത് പോകുമ്പോൾ n മൈനസ് 1 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് n മൈനസ് 1 എഴുതാം. താഴെ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇങ്ങനെ എടുക്കാം. അപ്പോൾ n മൈനസ് 1ഉം n മൈനസ് 2ഉം പോയി. റൈറ്റിൽ 12 ഉണ്ട്. ഇനി നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 ഇൻറ്റു 2n മൈനസ് 1 ഈക്വൽ ടു, അതായത് ന്യൂമറേറ്ററിലുള്ള 4 ഇൻറ്റു 2n മൈനസ് 1. ഇനി ഇത് ഇങ്ങോട്ടേക്ക് എടുത്താൽ 12 ഇൻറ്റു n മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ 12 ഇൻറ്റു n മൈനസ് 2 ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2n 8n മൈനസ് 4 ഇൻറ്റു 1 4 ഈക്വൽ ടു 12 ഇൻറ്റു n 12n മൈനസ് 12 ഇൻറ്റു 2 24. ഇനി നമുക്ക് n ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് എടുക്കാം, n ഒക്കെ ഒരു ഭാഗത്തേക്ക് എടുക്കാം. അതായത് 8n ഇവിടെ ആരുണ്ട് 8n ഉണ്ട്, 8n ഉണ്ട്, 12n ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് രണ്ടും ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. അതായത് 8nനെ നമുക്ക് റൈറ്റിലേക്കും 24നെ ഇങ്ങോട്ടേക്കും എടുക്കാം. അപ്പോൾ 24 മൈനസ് 4 ഈക്വൽ ടു 12n മൈനസ് 8n എന്ന് വരും. 24 മൈനസ് 2 ഈക്വൽ ടു 12n മൈനസ് 8n എന്ന് കിട്ടും. നമ്മുടെ സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കാം നമുക്ക്. 24 മൈനസ് 4 എന്നാണ് അല്ലേ. 24 മൈനസ് 4 24 മൈനസ് നമുക്കൊന്നുകൂടി നോക്കാം. 24 ഇങ്ങോട്ടേക്ക് എടുത്താൽ നെഗറ്റീവ് 24 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 24 പോസിറ്റീവ് 24 മൈനസ് 4 ഈക്വൽ ടു 12n മൈനസ് 8n 12n മൈനസ് 8n ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 20 വരും. 20 ഈക്വൽ ടു 12n മൈനസ് 8n എന്ന് പറയുന്നത് 4n ആണ്. 12n മൈനസ് 8n ഈക്വൽ ടു 4n, n ഈക്വൽ ടു 20/4 അല്ലേ, ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ് 5 ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതന്നെ ഇതേ നമ്പറും ഇതേ ക്വസ്റ്റ്യനും പല പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൽ 21 പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കും വട്ടത്തിൽ, അതിൻ്റെ സർക്കിളിൻ്റെ മുകളിൽ. അതിൽ നിന്നും എത്ര കോഡുകൾ, എന്താണ് കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ മുകളിലുള്ള 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു ചിത്രം നമുക്കൊന്ന് നോക്കാം. ഈ ചിത്രത്തിലൊന്ന് ശ്രദ്ധിക്കാം. ഇതൊരു സർക്കിളാണ്, ഇതിൻ്റെ മുകളിൽ ഞാനൊരു കോഡ് വരച്ചിട്ടുണ്ട്. ഇതാണ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ഈ കോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർക്കിളിൻ്റെ മേലെ ഇതിപ്പോൾ 2 പോയിൻ്റ് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്, എയും ബിയും. ഈ എയും ബിയും പോലെ 21 പോയിൻറ്റ്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വരച്ചാൽ എത്ര കോഡ് വരക്കാം, ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കോഡ് വരക്കണമെങ്കിൽ 2 പോയിൻ്റ് ജോയിൻ ചെയ്യണം. എ ബി എന്ന് പറഞ്ഞ് വരച്ചാലും ബിയിൽ നിന്ന് എയിലേക്ക് വരച്ചാലും ഒരു കോഡ് തന്നെയാണ് അല്ലേ. അതിനെ നമ്മൾ 2 ആയിട്ട് കണക്കാക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കോമ്പിനേഷനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ എളുപ്പമാണ് ആൻസർ എഴുതാൻ. അതായത് 21 പോയിൻറ്റ്സ് ആണ്. ആ 21 പോയിൻറ്റ്സിനെ 2 വെച്ച് കമ്പൈൻ ചെയ്യണം അല്ലേ.
21C2 ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പെർമ്യൂട്ടേഷൻ്റെ അകത്തായാലും കോമ്പിനേഷനിലായാലും വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുകയും ചെയ്യും, വളരെ എളുപ്പത്തിൽ അത് തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ 21C2 തന്നെ എഴുതിയാൽ മതി. നമ്മുടെ ഫുൾ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് വാല്യൂ കണ്ടുപിടിക്കാം. 21 × 2 20 അല്ലേ, താഴോട്ടേക്ക് 2 നമ്പർ എന്ത് വേണം, ഡിനോമിനേറ്ററിൽ 1 × 2. അപ്പോൾ 2 കൊണ്ട് നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം 10. അപ്പോൾ 210 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 21 പോയിൻ്റ് ഒരു സർക്കിളിലുണ്ടെങ്കിൽ അതിൽ നിന്നും എത്ര കോഡുകൾ നിർമ്മിക്കാം. ഇപ്പോൾ കോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം അത് കോമ്പിനേഷനാണ്. കാരണം എയിൽ നിന്ന് ബിയിലേക്ക് വരച്ചാലും ബിയിൽ നിന്ന് എയിലേക്ക് വരച്ചാലും ഒരു കോഡ് മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എ ബി എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും ഒരു കോഡാണ്. അപ്പോൾ അവിടെ കോമ്പിനേഷനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആൻസർ എന്താണ്? 210. അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 3 ബോയ്സ് ആൻഡ് 3 ഗേൾസ് ക്യാൻ ബി സെലക്റ്റഡ് ഫ്രം 5 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 5 ബോയ്സ് ഉണ്ട് അല്ലേ, 5 ബോയ്സ് ഉണ്ട്, 4 ഗേൾസ് ഉണ്ട്. ഇവരിൽ നിന്ന് 3 ബോയ്സും 3 ഗേൾസും ഉള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു വേർഡ് അവിടെ ഓർത്ത് വെക്കുക. സെലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്താണ്? കോമ്പിനേഷനാണ്. അപ്പോൾ കോമ്പിനേഷനാണെന്ന് തിരിച്ചറിയുക. അതുപോലെ 5 ബോയ്സിൽ നിന്ന് നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്യണം? 3 ബോയ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ 3 boys can be selected from 5 boys in 5C3 ways അല്ലേ. 5 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുക. അപ്പോൾ 5C3 ways we can select. And 4 girls are there. We have to select 3 girls from 4 girls. Therefore this can be done in 4C3 ways. അപ്പോൾ 4 ഗേൾസിൽ നിന്നും 3 ഗേൾസിനെ 4C3 വേസിൽ സെലക്ട് ചെയ്യാം. 5 ബോയ്സിൽ നിന്നും 3 ബോയ്സിനെ 5C3 വേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടീം 3 ഗേൾസും 3 ബോയ്സുള്ള ടീം കിട്ടണമെങ്കിൽ നമ്മൾ ഈ 2 സെലക്ഷനും ഒരുമിച്ച് നടക്കണം. ഈ 2 സെലക്ഷനും ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം M വേസിലും ഒരു കാര്യം N വേസിലും ചെയ്യുമ്പോൾ ഈ 2 കാര്യവും ഒരുമിച്ച് നടക്കുമ്പോൾ എത്ര രീതിയിൽ ചെയ്യാതെ? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ M × N. അപ്പം 5C3 × 4C3. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം നമുക്ക്. 5C3 മീൻസ് 5 × 4 × 3 ഡിവൈഡഡ് ബൈ 1 × 2 × 3 ഇൻറ്റു 4C3 ഈസ് 4 × 3 × 2 ഡിവൈഡഡ് ബൈ 1 × 2 × 3. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്പേഴ്സ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. 2 4ൽ 2 ടൈംസ് 5 4 20 × 2 40. അപ്പോൾ ആൻസർ ഈസ് 40. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെലക്ഷൻ എന്നുള്ള വാക്ക് ഏതിനെ സൂചിപ്പിക്കുന്നു? കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 5 പേരിൽ നിന്ന് 3 പേരെ, 4 പേരിൽ നിന്ന് 3 പേര്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് നടക്കേണ്ടതുകൊണ്ട് നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കുന്നു. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ 40. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 9 balls ഫ്രം 6 balls, റെഡ് ബോൾസ്, 5 വൈറ്റ് ബോൾസ് ആൻഡ് 5 ബ്ലൂ ബോൾസ് ഇഫ് ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റ്സ് ഓഫ് 3 balls ഓഫ് ഈച്ച് കളർ. ഓരോ കളറും 3 വീതം ബോളുകൾ ഉള്ള 9 ബോളുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കാം. 5 റെഡ് ബോൾസ് ഉണ്ട്, 5 വൈറ്റ് ബോൾസ് ഉണ്ട്, ദെൻ 5 ബ്ലൂ ബോൾസ് ഉണ്ട്. ഈ ഓരോ കളറിൽ നിന്നും 3 വീതം ബോളുകൾ എടുക്കണം. അങ്ങനെ 9 ബോളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 6 റെഡ് ബോൾസിൽ നിന്ന് എത്ര സെലക്ട് ചെയ്യണം? 3 സെലക്ട് ചെയ്യണം. ഇതിൽ നിന്ന് 3 വേണം, ഇതിൽ നിന്ന് 3 വേണം. അപ്പോൾ 6C3, 5C3, ദെൻ 5C3. ഇത് 3 ഒരുമിച്ച് കാണുന്നാലേ 9 ബോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 6C3 × 5C3 × 5C3. ദഫോർ കാൽക്കുലേറ്റ് ദി വാല്യൂ. നമുക്ക് അടുത്ത പേജിലൊന്ന് ചെയ്യാം. 6 × 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 × 3. അപ്പോൾ കാൽക്കുലേഷനിൽ വരുമ്പോൾ ഇൻറ്റു 5C3. അപ്പോൾ 5 × 4 × 3 ഡിവൈഡഡ് ബൈ 1 × 2 × 3. Again 5C3. 5 × 4 × 3
ഡിവൈഡഡ് ബൈ 1 × 2 × 3. അത് സിംപ്ലിഫൈ ചെയ്യാം. 3 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 ടൈംസ് പോവും. 2 ഇവിടെ കട്ട് ചെയ്യാം. 3 ഇവിടെ കട്ട് ചെയ്യാം. ദെൻ 3 നമുക്ക് 6ൽ കട്ട് ചെയ്യാം. 2 ടൈംസ് 2 ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഡിനോമിനേറ്റർ മൊത്തം ക്യാൻസലായി. നമുക്ക് ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 4s are 20. Again 5 4s are 20. 20 × 20 × 5. 20 × 20 × 5 is 20 × 20 × 5. 20 × 5 എന്ന് പറയുമ്പോൾ 100 × 20. 2000. ആൻസർ ഈസ് 2000. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് കാൽക്കുലേഷൻസൊക്കെ ചെയ്യുക. കോമ്പിനേഷൻ കാണാൻ നമുക്ക് കാൽക്കുലേറ്ററിലും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ എഴുതി ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവാക്കണം.